പ്രകൃതിയുടെ ക്രൂര വിനോദത്താൽ മൺമറഞ്ഞ സ്നേഹനിധിയായ ഒരു നാട് നൽകിയ സുവർണ സമ്മാനത്തിന്റെ ഓർമ്മയിൽ ആ നാട്ടിൽ നിന്നും മൺമറഞ്ഞവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് ഒരു എസ്റ്റേറ്റ് ഫീൽഡ് ഓഫീസർ. വണ്ടിപ്പെരിയാർ AVT എസ്റ്റേറ്റിലെ ഫീൽഡ് ഓഫീസർ ജാഫറാണ് 6 വർഷം താൻ ജോലി ചെയ്ത ഇപ്പോൾ ഇല്ലാതായിരിക്കുന്ന വയനാട് മുണ്ടക്കൈ നിവാസികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് ആ ഗ്രാമത്തിന്റെ പേരിൽ പതിച്ചു നൽകിയ സ്വർണ്ണ മോതിരം ഓർമ്മയിൽ സൂക്ഷിച്ചിരിക്കുന്നത്. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. പ്രകൃതി ദുരന്തമായ ഉരുൾപൊട്ടലിൽ വയനാട്ടിലെ മുണ്ടക്കൈ എന്ന ഗ്രാമം തന്നെ ഇല്ലാതായപ്പോൾ ആ നാടിന്റെയും നാട്ടുകാരുടെയും സ്നേഹവും വാത്സല്യവും നുകർന്നതിന്റെ ഓർമ്മകളും 6 വർഷക്കാലം താൻ സ്നേഹിച്ച മൺമറഞ്ഞവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയുമാണ് തൃശൂർ വേലുപാടം സ്വദേശിയും ഇപ്പോൾ വണ്ടിപ്പെരിയാർ അർണക്കൽ AVT എസ്റ്റേറ്റിലെ ഫീൽഡ് ഓഫീസറുമായ ജാഫർ അലി. ജാഫർ അലി 2018 വരെയുള്ള 6 വർഷക്കാലമായിരുന്നു വയനാട് മുണ്ടക്കൈയിൽ ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ വക എസ്റ്റേറ്റിൽ ഫീൽഡ് ഓഫീസറായി ജോലി ചെയ്തു വന്നിരുന്നത്. പിന്നീട് കുടുംബപരമായ കാരണങ്ങളാൽ ജോലിയിൽ നിന്നും പിരിഞ്ഞു പോകുന്ന തങ്ങളുടെ ഫീൽഡ് ഓഫീസറെ നാടിന്റെ ഓർമ്മകൾ തന്റെ കരങ്ങളിൽ തന്നെ സൂക്ഷിക്കുന്നതിനാണ് തങ്ങളുടെ നാടിന്റെ പേര് സ്നേഹാക്ഷരങ്ങളാൽ തങ്കലിപിയിൽ ചേർത്ത സ്വർണ്ണ മോതിരം നൽകിയാണ് യാത്രയാക്കിയത് എന്ന ഓർമ്മകൾ ഒരു മിഴിനീരോടെയാണ് ജാഫർ അലി ഇപ്പോൾ പങ്കുവെക്കുന്നത്. ജോലി സ്ഥലത്ത് 6 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെയധികം ഓർക്കാൻ പറ്റുന്ന ഒരു നിമിഷങ്ങളുള്ള ഒരു സ്ഥലമായിരുന്നു അത്. മുണ്ടക്കൈ എന്ന് പറയുന്നത് വളരെ നല്ല ഒരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണത്. അവിടുത്തെ ആളുകളും അവിടുത്തെ ഇതും എല്ലാം നല്ല ഒരു നമുക്ക് ഒരു കരുതലുള്ള ഒരു പ്രദേശമായിരുന്നു. ഞാൻ അവിടുത്തെ അവരുടെ ഇടയിൽ ജീവിച്ചിരുന്ന 6 വർഷം ഞാൻ ജീവിച്ചതെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ഫീൽഡ് ഓഫീസറോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള ഇതിലല്ല അവരെന്നെ കണ്ടുകൊണ്ടിരുന്നത്. കാരണം അവരിൽ ഒരാളായിട്ടാണ് അവരെന്നെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു ഇതിൽ അവരുടെ ആ കരുതലും ഇതൊക്കെ എനിക്ക് ഒത്തിരി ആശ്വാസവും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടുന്ന് പോരുന്ന സമയങ്ങളിൽ എനിക്ക് അവിടുത്തെ തൊഴിലാളികൾ എല്ലാവരും ചേർന്ന് ഒരു സ്നേഹോപഹാരം നൽകി. അന്ന് ഒരു യാത്രയെ പോലെ അവർ നൽകി. അതിൽ ഒരു അരപ്പവണോളം വരുന്ന ഒരു മോതിരമാണ് അവർ എനിക്ക് കൊടുത്തത്. ആ മോതിരത്തിനകത്ത് അവർ മുണ്ടക്കൈ ആലേഖനം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇന്നും ഞാൻ അവരെ ഓർമ്മയ്ക്കായിട്ട് സൂക്ഷിക്കുകയാണ്. അവരന്ന് എനിക്ക് തരുമ്പോൾ തന്നെ എന്നോട് പറയേണ്ടായിരുന്നു, ഇതൊരിക്കലും നഷ്ടപ്പെടരുത്, ഇത് നിങ്ങളുടെ കൈകളിൽ ഞങ്ങളുടെ ഓർമ്മയ്ക്കായിട്ട് എന്നും സൂക്ഷിക്കണം എന്നുള്ള രീതിയിൽ അവർ എന്ത് പറയുണ്ടായത് ഞാൻ ചെയ്യുന്നുണ്ട്. സ്നേഹം കൊണ്ട് മുണ്ടക്കൈ എന്ന് ആലേഖനം ചെയ്ത ആ മോതിരം നഷ്ടപ്പെടുത്തരുത് എന്ന് പറഞ്ഞ സ്നേഹനിധികളായ നാടിനും നാട്ടുകാർക്കും ഇപ്പോൾ ജാഫറിനെ തിരിച്ചു നൽകുവാനുള്ളത് കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലികൾ മാത്രമാണ്. തങ്ങളുടെ നാടിന്റെ സ്നേഹ സമ്മാനമായി മുണ്ടക്കൈക്കാർ നൽകിയ സ്വർണ്ണ മോതിരം ജാഫർ അലി തന്റെ ഭാര്യ ഉമൈബയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. തന്റെ ഭർത്താവിനെ സ്നേഹിച്ച ആ നാടിന്റെ ഓർമ്മയ്ക്കായി ഉമൈബ ആ മോതിരം സ്വന്തം മനസ്സുപോലെ സൂക്ഷിച്ചു വച്ചിരിക്കുകയുമാണ്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.